പിന്നെ 3 കുഞ്ഞുങ്ങളെ കാര്യം, 3 പേരും ചെറിയ കുഞ്ഞുങ്ങളാണ്. 3 മോളാണ്. ലോണുകൾ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1.5 വർഷം കൊണ്ട് ചേട്ടനിങ്ങനെ വയ്യാതായതിനു ശേഷം ഞങ്ങൾക്ക് ലോണ് മുടങ്ങി. ഞാൻ ഒത്തിരി പേരെ സമീപിച്ചു. കാരണം ഈ വീട് എങ്ങനെയെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ 3 പെൺകുഞ്ഞുങ്ങളാണ്. എനിക്ക് ഇവരെയും കൊണ്ട് പോകാൻ വേറെ സ്ഥലമില്ല. ബന്ധുക്കളുടെ അടുത്ത് എവിടെ പോയാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. എല്ലാവരും പറയും നോക്കാമെന്നൊക്കെ പറയും. പക്ഷേ പിന്നീട് നമ്മൾ സഹിക്കേണ്ടി വരുന്ന വാക്കുകൾ, കാരണം ഒരു സമയം അതൊക്കെ നമ്മൾ ഒത്തിരി സഹിച്ചവരാണ്. അതുകൊണ്ട് ഞാനൊരു ഞങ്ങൾ കഷ്ടപ്പെട്ട് നമ്മൾ ഇങ്ങനെ വീടൊക്കെ വെച്ച്, പക്ഷേ ഈ രോഗം നമ്മളെ തളർത്തിക്കളഞ്ഞു. നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. നമ്മൾ ഈ വീട് നഷ്ടപ്പെട്ടു പോവാൻ നമ്മൾ ഞാനെന്ന് വെച്ചാൽ ഞാനും കുഞ്ഞുങ്ങളും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ വീട് വെച്ചത്. അവർ നന്നായിട്ട് കല്ല് വലിക്കുമായിരുന്നു. കപ്പി കെട്ടിയിട്ടിട്ട് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് വലിക്കുന്ന 2 സൈഡിൽ നിന്നിട്ട് ഞങ്ങൾ വലിച്ച് കയറ്റും കല്ലൊക്കെ. അവരുടെ കൈയൊക്കെ മുറിഞ്ഞിരിക്കും ലാസ്റ്റ്. കയ്യാളിന് പകരമൊക്കെ ഞാൻ നിന്നു. എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും കല്ല് ചുമന്ന് ഞങ്ങൾ ഓരോന്ന് ചെയ്തത്. ഇവിടെ മുതൽ ഓപ്പറേഷൻ ആരംഭിച്ചതാണ്. അന്നനാളം എടുത്തു കളഞ്ഞു, ആമാശയം എടുത്തു കളഞ്ഞു, എന്നിട്ട് വൻകടൽ വലിച്ച് പിന്നെ ട്യൂബ് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ട്യൂബ് ഇട്ടിരിക്കുന്നതാണോ? ഫുഡ് കൊടുക്കാൻ അന്ന് കൊടുക്കാൻ കഴിഞ്ഞ മാസം വരെ അങ്ങനെ കൊടുത്തോണ്ടിരുന്നല്ലേ? ഓക്കെ. ജപ്തി അവർ പറഞ്ഞ് ഈ 1 മാസം കൂടി നമുക്ക് സമയം തന്നിട്ടുള്ളൂ. എന്നോട് നേരത്തെ ഞാൻ കഴിഞ്ഞ മാസം അദാലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പോയപ്പം പറഞ്ഞ് 25 ലക്ഷമാണ്. പക്ഷെ ഇപ്പോൾ ഇന്ന് പോയി സംസാരിച്ചവൻ പറയുന്നു 28 ലക്ഷം രൂപ. എന്നോട് പറഞ്ഞു 28,14,000 രൂപ അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മുമ്പിൽ ഇപ്പം വേറെ വഴിയൊന്നുമില്ല. മൂത്തയാള് നല്ല പഠിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം ആള് നല്ല ഡള്ളാണ്. പപ്പ ഛർദ്ദിക്കുമ്പോഴൊക്കെ മോളാണ് വന്ന് നന്നായിട്ട് തടവേടൊക്കെയൊക്കെ ചെയ്യുന്നു. പഠിത്തത്തിൽ ബാക്കിലോട്ടായി അവള്. നല്ല കഴിവൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക്, വരയ്ക്കാനൊക്കെ നല്ല കഴിവൊക്കെ ഉണ്ട്. നന്നായിട്ട് വരയ്ക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നിനും താല്പര്യം. പിന്നെ ഇത് ക്രിക്കറ്റ് ടീമില് ആന്ധ്രയിലൊക്കെ പോയി സ്റ്റേറ്റ് തലത്തിലാണോ പോയെ? സ്റ്റേറ്റ് തലത്തില് അതെ, ആന്ധ്രയിലൊക്കെ പോയി മത്സരിച്ച് ആന്ധ്രയിൽ പോയി കളിച്ചു. അവിടെ നിന്ന് കിട്ടി. ചെന്നൈക്ക് സെലക്ഷൻ കിട്ടി. ചെന്നൈയിലും കളിച്ചു. അവിടെ നിന്ന് അവൾക്ക് ജയിച്ചു. അവിടെ നിന്ന് ജയിച്ചു. ഇപ്പൊ അതൊക്കെ പോയി അവള് ഈ ഒരു കാര്യം കാരണം അല്ലേ? എല്ലാത്തിലും നല്ല ഡള്ളായി. 3 കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് ഇപ്പം വരും. അല്പം ചോറ് മാത്രം വെച്ചിട്ടുണ്ട്, കറി വെക്കാനൊന്നുമില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, 9ലല്ലേ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, പിന്നെ ഉള്ളത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞുങ്ങളെ കാണിക്കാത്തതാണ് കേട്ടോ. അവരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വല്ലതും കൊടുക്കണ്ടേ? എന്ത് ചെയ്യും? ചോറ് മാത്രം വെച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. കാരണം ഒരു വരുമാനവും ഇല്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം, യാതൊരു വിധമായ വരുമാനവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം പാറശാലയിലാണ്. വളരെ വേദനയുണ്ടാക്കുന്ന, അത്യധികമായ വേദനയുണ്ടാക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കാണണം. ഒരിക്കലും ഇത് കാണാതെ പോകരുത്. നമ്മൾ കാണുന്ന ഈ തൊഴുത്തിൽ ഇവർ താമസിച്ചുകൊണ്ടാണ്, ഒറ്റ മുറിക്കകത്ത്. അതിനകത്ത് അവർ പറയുന്നതായൊരു കാര്യമുണ്ട്. 2 കുഞ്ഞുങ്ങളും ദൈവദാസിയും, അല്ല 3 കുഞ്ഞുങ്ങളും ദൈവദാസിയും ആ റൂമിൽ, ദൈവദാസൻ ആ റൂമിന് വെളിയിൽ,
അങ്ങനെയാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ നല്ലൊരു വീട് വെച്ചു, കടമൊന്നുമില്ലാതെ. ഇവിടെ കഠിനാധ്വാനത്തിലാണ് വീട് വെച്ചത്. ഇതിപ്പോൾ കണ്ടോ, കാനറ ബാങ്ക് ഈ വീട് ജപ്തി ചെയ്യാനായിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. 28,18,000 രൂപ ഇവരെ അടച്ചാൽ, അല്ല ഇപ്പം നിലവിൽ അവർക്ക് അടയ്ക്കാനുണ്ട്. ഞാൻ അവരോട് സംസാരിച്ചിരുന്നു. ഈ വീട് അവർ ഒന്നിച്ച് വെച്ചതല്ല കേട്ടോ. നമ്മൾ കണ്ടതായ ഒറ്റ റൂം, ആ തൊഴുത്തിൽ താമസിച്ചുകൊണ്ട് കുറേശ്ശെ ആണ് ഇവർ ഈ വീട് വെച്ചത്. നമ്മളെ കാണുന്ന അതില്ലേ ആ കമ്പി, അവിടെ ഒരു കപ്പി വലിച്ചു കെട്ടി. അദ്ദേഹത്തിൻ്റെ വൈഫ് ദേവദാസൻ 39 വയസ്സ്. ഇവിടുന്ന് മണ്ണും കല്ലും ഇഷ്ടികയൊക്കെ ആ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് അതിന് മുകളിലേക്ക് വലിച്ചു കയറ്റിയത്. അപ്പം അങ്ങനെ വളരെ സങ്കടകരമായൊരു കാര്യമാണ്. കാരണം ഈ വീട് ജപ്തി ചെയ്ത് പോയാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുഃഖമാണ്. കാരണം ഇവിടെ കണ്ണുനീരും വിയർപ്പും എല്ലാം ഇവിടെ കിടക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ഇവർ വീട് പണിതത്. പക്ഷെ വീട് പണിത് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രയാസങ്ങൾ, ക്യാൻസർ എന്നുള്ള രോഗം അവരുടെ ജീവിതത്തിൽ, പാസ്റ്റർ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എല്ലാം തകർന്നു പോയി എന്ന് നമുക്ക് പറയാം. നമുക്കിനി ദേവദാസിനെ ഒന്ന് കാണാം. ഇതാണ് ദേവദാസൻ ഷാജി. ഇത് കർത്താവിൻ്റെ ദാസി രജിത. ദേവദാസന് 39 വയസ്സ്. ഇപ്പം ദേവദാസിൻ്റെ ഓപ്പറേഷൻ ചെയ്ത ഭാഗം നമ്മൾ കാണുകയാണ്. ഇവിടെ മുതൽ ഓപ്പറേഷൻ ആരംഭിച്ചതാണ്. അന്നനാളം എടുത്തു കളഞ്ഞു, ആമാശയം എടുത്തു കളഞ്ഞു, എന്നിട്ട് വൻകടൽ വലിച്ച് പിന്നെ ട്യൂബ് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ട്യൂബ് ഇട്ടിരിക്കുന്നതാണോ? ഫുഡ് കൊടുക്കാൻ, അന്ന് കൊടുക്കാൻ കഴിഞ്ഞ മാസം വരെ അങ്ങനെ കൊടുത്തോണ്ടിരുന്നല്ലേ? ഓക്കെ. തിരുവനന്തപുരം ജില്ലയിലെ പാറശാല പഞ്ചായത്തിൽ 5ാമത്തെ വാർഡിലെ വീട്ടുപേരെന്താ? അമ്പാമ്പള വീട്ടിലാണ് പാസ്റ്റർ ഷാജി. അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ വിളിച്ച് ചില ദേവദാസന്മാർ എന്നോട് അറിയിച്ചു. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ വലുതാണെന്ന് പല പ്രിയമുള്ളവർ എന്നെ അറിയിച്ചു. ഇവരും എന്നെ ഒത്തിരി പ്രാവശ്യമായിട്ട് വിളിച്ചു. എന്തായാലും ഈ പ്രിയമുള്ളവർ പറയുന്നൊന്ന് കേൾക്കാൻ കേട്ടോ. 12 വർഷം കൊണ്ട് ഞങ്ങൾ ശുശ്രൂഷയിലായിരുന്നു. സഭാ ചാർജ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്കിങ്ങനെ ഒരസുഖം വന്നത്. ഞങ്ങൾ ശുശ്രൂഷ ചെയ്തതിനൊപ്പം തന്നെ നമ്മൾ ഒരു ഉപജീവനം കൂടെ, ഒരു പശു ഫാം കൂടെ ചെയ്ത് വരികയായിരുന്നു. അതിന് ഞങ്ങൾ പശു ഫാം ചെയ്യാനായിട്ട് കാനറ ബാങ്കിൽ ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 19 ലക്ഷം രൂപ ഞങ്ങൾ ലോൺ എടുത്ത ഞങ്ങൾ പശു ഫാം ചെയ്ത് അതിനൊപ്പം ഞങ്ങൾ ശുശ്രൂഷയും ചെയ്ത് വന്നത്. അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ മുടക്കമില്ലാതെ ലോണൊക്കെ അടഞ്ഞു പോയായിരുന്നു. ഒരു മാസം എത്ര അടച്ചോണ്ടിരുന്നേ? മാസം 24,000 വെച്ചിട്ട് അടച്ചുകൊണ്ടിരുന്നു. ഓക്കെ, പറഞ്ഞോളൂ. മാസം 24,000 വെച്ച് അടച്ചുകൊണ്ടിരുന്നു. ചേട്ടനിങ്ങനെ വയ്യാതായതോടെ ഞങ്ങൾക്ക് മുടക്കമായി. അങ്ങനെ പിന്നെ ട്രീറ്റ്മെൻറ്റ്, കീമോ, അങ്ങനെയൊക്കെ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു. അങ്ങനെ പോകേണ്ടി വന്നപ്പോൾ ലോണും മുടങ്ങി. പിന്നെ എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. 3 മോളാണ്. മൂത്ത മോളിപ്പം 10th പഠിക്കുന്നു, ഇളയ മോളിപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 3ാമത്തെ മോളിപ്പോൾ 3ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഞങ്ങൾ ആ സമയം വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഒരു കുഴിയിൽ നിന്ന് കയറി വരുമ്പോൾ ഞങ്ങൾ കയറി വന്നേ. ഞാൻ പാസ്റ്ററിനെ കാണിച്ചിട്ട് തരേണ്ടായി ആ ചെറിയ വീട്. ആ വീടിൻ്റെ അകത്ത് ഞങ്ങൾ 5 പേർക്ക് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ 4 പേര് കിടന്ന്, ചേട്ടൻ പുറത്താണ് കിടക്കുന്നത്. അങ്ങനെ അവിടെ കിടന്ന് ഞങ്ങൾ ഈ വീട് വെച്ച് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറിയത്. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊരവസ്ഥ. എൻ്റെ കുഞ്ഞുങ്ങളാണ്, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ചേട്ടനും കൂടെ കല്ല് പിറക്കി ഞങ്ങൾ ഈ മുകളിലൊക്കെ ഞാൻ ഈ വീട്ടിന് കയ്യാളിട്ടൊക്കെ നിന്ന് എല്ലാം ചെയ്തതൊക്കെ. പക്ഷേ ഞങ്ങൾ ലോൺ എടുത്തത് കൊണ്ട് ഞങ്ങൾ ഫാം ചെയ്യാനാണ് ലോൺ എടുത്തത്. നേരത്തെ ചെറിയ ഇതിൽ ഞങ്ങൾ ഫാം ചെറുതായിട്ട് ചെയ്ത് വന്നു. അത് ചെറുതായിട്ടാണ്, പക്ഷേ ഫാമായിട്ട് ഞങ്ങൾ വലുതായിട്ട് ചെയ്തപ്പോൾ ലോൺ എടുത്തിട്ടാണ് ചെയ്തത്. പക്ഷേ അതിപ്പോൾ ഞങ്ങൾക്ക് മുടങ്ങി. ഇനി ചേട്ടനെ കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചേട്ടൻ ഇപ്പോൾ ആമാശയവും അന്നനാളവും മാറ്റി വൻകുടല ട്യൂബാക്കി ഇട്ടിരിക്കുന്ന ഡോക്ടർ പറഞ്ഞു.
അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യുന്ന വിശപ്പ് അറിയില്ല. നമുക്ക് വിശക്ക് ഞങ്ങൾ ഓരോ മണിക്കൂർ ഇടവിട്ട് എന്തെങ്കിലും ലിക്വിഡായിട്ട് കഴിക്കാൻ കൊടുക്കും. കഴിഞ്ഞ മാസം വരെ ട്യൂബിലാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്, ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ട്യൂബിൽ കൂടെ വയറ്റിൽ അവിടെ ട്യൂബ് ഇട്ടിട്ട് നേരിട്ട് കൊടുക്കുമായിരുന്നു അല്ലേ? അപ്പോൾ ട്യൂബിൽ കൂടെ ബ്ലഡും പഴുപ്പും പുറത്തോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ട്യൂബ് മാറ്റാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ട്യൂബ് കുറച്ച് ദിവസം കൂടെ കിടക്കുന്ന സേഫാണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് നന്നായിട്ട് ബൾജ് ചെയ്ത് വന്നു, പുറത്തോട്ട് ബൾജ് ചെയ്ത് വന്നു. ബ്ലഡ് ഇങ്ങനെ ഒഴുകും, പഴുപ്പും ബ്ലഡുമായിട്ട്. അങ്ങനെ ഞങ്ങൾ പോയി RCC തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നടക്കുന്നത്. RCC പോയി ഞങ്ങൾ ട്യൂബ് എടുത്തു. ഇപ്പം ഞങ്ങൾ വായിൽ കൂടെ കൊടുക്കാൻ തുടങ്ങി. പക്ഷെ വോമിറ്റിംഗ് ആണ്, പെട്ടെന്ന് വോമിറ്റ് ചെയ്യും. ഫുഡ് ലിക്വിഡായിട്ട് കൊടുത്താലും വോമിറ്റ് ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ വിശപ്പ് അറിയില്ല. നമ്മൾ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് കൊടുക്കും. പിന്നെ വയറ് നിറയുന്ന അറിയാൻ പറ്റത്തില്ല, പുറത്ത് പോകുന്ന അറിയാൻ പറ്റത്തില്ല. പിന്നെ ഒന്നും ഇങ്ങനെ ഈ ഒരാളായിട്ട് ഇങ്ങനെ നിൽക്കാം നമ്മളെ കൂടെ ഈ അവസ്ഥയിൽ. പക്ഷേ ഈ അവസ്ഥയിൽ 3 കുഞ്ഞുങ്ങളെ കാര്യം, ചേട്ടൻ്റെ കാര്യം, വീടിങ്ങനെ എല്ലാം കൂടെ ചിന്തിക്കുമ്പം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്നും അറിയില്ല. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജപ്തി അവർ പറഞ്ഞ് ഈ 1 മാസം കൂടി നമുക്ക് സമയം തന്നിട്ടുള്ളൂ. എന്നോട് നേരത്തെ ഞാൻ കഴിഞ്ഞ മാസം അദാലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പോയപ്പം പറഞ്ഞ് 25 ലക്ഷമാണ്. പക്ഷെ ഇപ്പോൾ ഇന്ന് പോയി സംസാരിച്ചവൻ പറയുന്നു 28 ലക്ഷം രൂപ എന്നോട് പറഞ്ഞു. 28,11,000 രൂപ അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മുമ്പിൽ ഇപ്പം വേറെ വഴിയൊന്നുമില്ല. പിന്നെ 3 കുഞ്ഞുങ്ങളെ കാര്യം, 3 പേരും ചെറിയ കുഞ്ഞുങ്ങളാണ്. 3 മോളാണ്. ലോൺ നമ്മൾ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1.5 വർഷം കൊണ്ട് ട്രീറ്റ്മെൻറ്റ്. കീമോ കഴിഞ്ഞ് ഓപ്പറേഷനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും കീമോ തുടങ്ങി. പിന്നെ അതിന് ശേഷം നമുക്ക് ലോൺ അടയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ദൈവം എങ്ങനെയോ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഓരോ ദിവസവും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ദൈവം അത്ഭുതമായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ വീട് നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ ഞാനെന്ന് വെച്ചാൽ ഞാനും കുഞ്ഞുങ്ങളും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ വീട് വെച്ചത്. കയ്യാളിന് പകരമൊക്കെ ഞാൻ നിന്നു. എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും കല്ല് ചുമന്ന് ഞങ്ങൾ ഓരോന്ന് ചെയ്തത്. ഇനി എനിക്ക് എല്ലാം തരണം ചെയ്യേണ്ട ഒരു ശക്തി ഇന്ന് വരെ നിന്നു. പക്ഷെ നാളെ എങ്ങനെയാണ് എൻ്റെ അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല, മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. ചേട്ടനെ നോക്കണം. ചേട്ടന് ഓരോ മണിക്കൂറും വിട്ട് ഫുഡ് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഉടനെ ഷുഗർ കുറയും, ഷുഗറിൻ്റെ അളവ് കുറയും, പെട്ടെന്ന് ഹൈ ആവും. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? മെനഞ്ഞാന്നും പെട്ടെന്ന് ഷുഗർ കുറഞ്ഞ് 30 വന്നു. ദൈവം ആയുസോടെ തിരിച്ചു തന്നു നമുക്ക്. എന്നിട്ട് പെട്ടെന്ന് ഹൈ ആവും, പെട്ടെന്ന് ലോ ആവും. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇപ്പം ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ദേവദാസൻ്റെയും ദേവദാസിയുടെയും സാഹചര്യങ്ങൾ കേട്ടല്ലോ. ഒരു വല്ലാത്ത ഒരു പ്രയാസത്തിലാണ് അവരായിരിക്കുന്നത്. ഇപ്പം ഇത് ജപ്തി ചെയ്ത് പോയാൽ ഇവർ കഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ പോലും കല്ല് ചുമന്ന് എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് മൈക്കാടിനെ അവർ നിർത്തിയില്ല, മേശിരിമാരെ നിർത്തിയുള്ളൂ. അങ്ങനെ ആഗ്രഹിച്ചൊരു വീടാണ്. പക്ഷെ വീട് വെക്കാൻ വേണ്ടി അവർ കടം വാങ്ങിയില്ല. അവർക്ക് പറ്റിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഫാം ഉണ്ടാക്കാൻ വേണ്ടി കടം വാങ്ങി. പക്ഷേ ഈ അസുഖം വന്നില്ലായിരുന്നെങ്കിൽ ഫാം നന്നായി പോകുമായിരുന്നു. എത്ര പശുക്കളുണ്ടായിരുന്നു ഫാമിൽ? 30 പശുക്കളുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റിനൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ പശുവിനെ നോക്കാൻ ആളില്ലാതെ അങ്ങനെ ചില പശുവിനൊക്കെ ഇങ്ങനെ അകിടുനീര്, ഇങ്ങനെ അസുഖമൊക്കെ വന്നിട്ട് ചിലതൊക്കെ അങ്ങനെ ഇല്ലാതായിപ്പോയി, ചത്തുപോയോ? ചത്തു. പിന്നെ കുറച്ച് നിങ്ങൾ കിട്ടിയ വിലയ്ക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 1 ലക്ഷത്തിന് മേലെയുള്ള പശുക്കളാണ് നിന്നതൊക്കെ. കിട്ടിയ വിലയ്ക്ക് എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇങ്ങനെ അത്യാവശ്യം പറഞ്ഞ് വിൽക്കുമ്പോൾ നമുക്ക് ഈ ചുമ്മാതെ കൊണ്ടുപോയ പശുവുണ്ട്. ഇന്നും നമുക്ക് പൈസ തരാതെ കൊണ്ടുപോയി ചുമ്മാതെ കൊണ്ടുപോയതുണ്ട്. അസുഖമായിട്ട് പോലും പൈസ തരാതെ കൊണ്ടുപോയവരുണ്ട്. ഇന്നും പൈസ തരാത്ത അവസ്ഥയുണ്ട്. പിന്നെ 25,000 അങ്ങനെയൊക്കെ കൊണ്ടുപോയി.
ഒരു പ്രയാസം വന്നപ്പോഴത്തേക്ക് ആളുകൾ അങ്ങനെ ചെയ്തു. ഓക്കെ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദേവദാസിനെയും കുടുംബത്തെ സഹായിക്കണേ. അക്കൗണ്ടൊക്കെ ഉള്ളത് SBI ഏത് ബ്രാഞ്ചാ? ധനുവച്ചപുരം ബ്രാഞ്ച്. പേരെങ്ങനെ കിടക്കുന്ന അക്കൗണ്ടില്ലേ? രജിത. ആ, രജിത എന്ന് മാത്രമേ ഉള്ളൂ? NP എന്ന് പറഞ്ഞ ബാബു നിർമ്മല പപ്പയമ്മ അല്ലേ? ഓക്കെ. ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ആരുടെ പേരില്ല? ഓക്കെ. കീമോ എത്ര എണ്ണം ചെയ്തു ഇപ്പോൾ? 8 4 ഓപ്പറേഷന് മുന്നേ 8 ചെയ്തത്. 4 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ രാവിലെ ഒരു 7 മണിക്ക് ചെയ്ത് വൈകുന്നേരത്തെ ഒരു 5 മണിക്ക് തീരും ആദ്യത്തേത്. രണ്ടാമത് കഴുത്തിൽ കൂടെ പമ്പുണ്ട്, അതിട്ടിട്ട് 28 മണിക്കൂറാണ്. അതിട്ട് ഞങ്ങൾ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പം ഹോസ്പിറ്റലിൽ പോകണം അതെടുക്കാൻ, പമ്പ് എടുക്കാനായിട്ട്. ആ ടൈം ഒരു 5 മണിക്കാണ് പമ്പ് ഇടണമെങ്കിൽ 5 മണിക്ക് നമ്മൾ അവിടെ എത്തണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡെയിലി ഹോസ്പിറ്റലിൽ പോയി കൗണ്ട് കൂടാണ്ട് ഇഞ്ചക്ഷൻ ഉണ്ട്. ഡെയിലി പോയി ഞങ്ങൾക്ക് ആ ഇഞ്ചക്ഷൻ എടുക്കണം, ഹോസ്പിറ്റലിൽ പോയി എടുക്കണം. കീമോയ്ക്ക് എത്ര രൂപയാണ്? ആദ്യത്തെ ഒരു ഇതിന് 60,000 രൂപ. 60,000 രൂപ. ഓക്കെ. ഇപ്പം എത്ര ആദ്യത്തേതിന്? 4 കോഴ്സ്. അതുപോലെ പിന്നെയും 4 കോഴ്സ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും ചെയ്ത് 4 കോഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഒരു കോഴ്സിന് 60,000 രൂപയാണ്. അടുത്ത കീമോയ്ക്ക് എങ്ങനെ ക്യാഷ് അടുത്ത എങ്ങനെയാണ് വരുമാനം ഞങ്ങൾക്ക് അറിയത്തില്ല. അടുത്ത് നമുക്ക് 28-ാം തീയതി സ്കാനിങ് പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ എൻ്റെ ക്യാഷൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല. വേറെ വരുമാനമൊന്നുമില്ല ഞങ്ങൾക്ക്. 3 കുഞ്ഞുങ്ങളും ചേട്ടനും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് അറിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അടുത്തതിന് ഈ സ്കാനിങ് കഴിഞ്ഞിട്ടേ അവർ പറയത്തുള്ളൂ അടുത്ത് കീമോയാണോ റേഡിയേഷനാണോ. മൂത്തയാൾ നല്ല പഠിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷേ ഇപ്പം ആൾ നല്ല ഡള്ളാണ്. പപ്പ ശബ്ദിക്കുമ്പോഴൊക്കെ മോളാണ് വന്ന് നിന്നിട്ട് തടവേടക്കൊക്കെ ചെയ്യുന്നു. പഠിത്തത്തിൽ ബാക്കിലോട്ടായി അവൾ. നല്ല കഴിവൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക്, വരയ്ക്കാനൊക്കെ നല്ല കഴിവൊക്കെ ഉണ്ട്. നന്നായിട്ട് വരയ്ക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പം അവളൊന്നിനും താല്പര്യം. പിന്നെ ഇത് ക്രിക്കറ്റ് ടീമിൽ ആന്ധ്രയിലൊക്കെ പോയി സ്റ്റേറ്റ് തലത്തിലാണോ പോയത്? സ്റ്റേറ്റ് തലത്തിൽ അതെ, ആന്ധ്രയിലൊക്കെ പോയി മത്സരിച്ച് ആന്ധ്രയിൽ പോയി കളിച്ചു. അവിടെ നിന്ന് കിട്ടി, ചെന്നൈക്ക് സെലക്ഷൻ കിട്ടി. ചെന്നൈയിലും കളിച്ചു. അവിടെ നിന്ന് അവൾക്ക് ജയിച്ചു. അപ്പം അതൊക്കെ പോയി അവള് ഈ ഒരു കാര്യം കാരണം അല്ലേ? എല്ലാത്തിനും നല്ല ഡള്ളായി. എല്ലാത്തിനും പപ്പയുടെ അവസ്ഥ കണ്ടപ്പം താഴോട്ട് പോയി. പിന്നെ വീടിൻ്റെ കാര്യത്തിൽ നല്ല വിഷമമാണ്. നമുക്ക് വീട് കിട്ടുമോ നമുക്ക്? കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ ആ ഒറ്റ റൂമിൽ കിടന്നപ്പം ഞങ്ങൾ റോഡിൽ പോകുമ്പം ഏത് വീട് കണ്ടാലും പറയും, അമ്മ ഇതുപോലത്തുള്ളൊരു വീട് വയ്ക്കുക, ഇതുപോലത്തുള്ളൊരു വീട് വയ്ക്കുക എന്നൊക്കെ. അങ്ങനെ ആഗ്രഹിച്ച് നമ്മളെല്ലാവരും കൂടെ വെച്ചതാണ് ഈ ഒരു വീട്. അവർ നന്നായിട്ട് കല്ല് വലിക്കോ ഇത് കപ്പി കെട്ടിയിട്ടിട്ട് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് വലിക്കുന്ന 2 സൈഡിൽ നിന്നിട്ട് ഞങ്ങൾ വലിച്ച് കയറ്റും കല്ലൊക്കെ. അവരുടെ കൈയൊക്കെ മുറിഞ്ഞിരിക്കും ലാസ്റ്റ്. ഓക്കെ. ഇത് നഷ്ടമായ പിന്നെ എനിക്ക് അറിഞ്ഞു ചേട്ടനെയും കൊണ്ട് എങ്ങോട്ട് പോകണം, 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. എന്ത് ചെയ്യുമെന്നും ഒരു നിശ്ചയമില്ല. പ്രിയമുള്ളവരുടെ അവരുടെ അക്കൗണ്ടിൽ തന്നെ പൈസ അയക്കണം കേട്ടോ. കാരണം മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ അയക്കണ്ട. രജിതയുടെ അക്കൗണ്ടിൽ മാത്രം പൈസ അയച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്ക് അക്കൗണ്ട് നമ്പർ ഗൂഗിളിൽ കൊടുക്കാൻ പറ്റില്ല ഇപ്പോഴേ, യൂട്യൂബിൽ. അതുകൊണ്ട്
ഞങ്ങൾ ഫോൺ നമ്പർ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമുള്ളവർക്കും പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർക്കും ഫോൺ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഈ പ്രിയമുള്ളവരുടെ അക്കൗണ്ട് നമ്പർ എന്തായാലും അയച്ചു തരും. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ആ വീട് കണ്ടിട്ട് വലിയൊരു വിഷമം തോന്നി. കാരണം പശുത്തൊഴുത്തിൽ കിടന്നിട്ടാണ് ഇവർ ഈ വീട് സ്വപ്നം കണ്ടത്. ആ വീട് സ്വപ്നം കണ്ടതുകൊണ്ടാണ് കുഞ്ഞുങ്ങളും ഇവരെല്ലാവരും കൂടെ അതിനുവേണ്ടി അധ്വാനിച്ചത്. ആ വീട് പോവുക എന്ന് പറഞ്ഞാൽ 3 പെൺകുഞ്ഞുങ്ങളാണ്, ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല പ്രിയമുള്ളവരെ, വീട് നഷ്ടപ്പെടുന്നെന്ന് പറയുമ്പോൾ. അവരെ ഇതിൻ്റെ മുമ്പിൽ നിർത്താഞ്ഞിട്ടാണ് കേട്ടോ, കുഞ്ഞുങ്ങൾ ഇതിൻ്റെ മുമ്പിൽ നിർത്താഞ്ഞിട്ടാണ്. വീട് നഷ്ടപ്പെടുന്നു പറയുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല നഷ്ടപ്പെട്ടു പോയാൽ. ഇപ്പം ഞാൻ ബാങ്കുമായിട്ട് സംസാരിച്ച്, ബാങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് സംസാരിച്ചപ്പോൾ 28,11,11,000 രൂപ അടയ്ക്കണമെന്നാണ്. നേരത്തെ അത്രയും ഇല്ലായിരുന്നു. പക്ഷേ അവർ പലിശ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഈ വീട് നഷ്ടപ്പെടും. പ്രിയമുള്ളവരെ, ദയവായിട്ടൊന്ന് സഹായിക്കണേ, തീർച്ചയായിട്ടും സഹായിക്കണേ. ഈ ദേവദാസനെ സഹായിക്കണം കേട്ടോ. 39 വയസ്സേ ഉള്ളൂ. ഈ ദേവദാസൻ അനുഭവിക്കുന്ന വേദന, വളരെ നിസ്സഹായ അവസ്ഥയിലാണ് ദേവദാസനായിരിക്കുന്നത്. നല്ല കഠിനാധ്വാനിയായിരുന്നു ഒരു ദേവദാസൻ. കർത്താവിൻ്റെ വേലയിലാണെങ്കിലും മറ്റാരെയും ആശ്രയിക്കാതെ ദൈവവേല ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഉള്ള ഒരു ദേവദാസനായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഫാമൊക്കെ തുടങ്ങിയത്, ലോൺ എടുത്ത് ഇതൊക്കെ തുടങ്ങി. നല്ല വീടൊക്കെ കടവില്ലാതെ വെച്ചു. കുറേശ്ശെ ആണ് വീട് വെച്ചത്. കുറേശ്ശെ ഒരു വീട് വെച്ചു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം വീട് സന്തോഷമായിരുന്നു എന്ന് വേണേൽ പറയാം. കാരണം കടവില്ലാതെ വെച്ചാണ്. പക്ഷേ ഈ പാസ്റ്റർക്ക് വന്ന ക്യാൻസർ രോഗത്തോടു കൂടി എല്ലാ സന്തോഷവും പോയി. ഫാം ഇങ്ങനെ 1,00,000 രൂപയുടെ ഒക്കെ പശുക്കളൊക്കെ 20,000, പിന്നെ എത്ര 12,000 10,000 രൂപയ്ക്കൊക്കെ പശുക്കളെ കൊടുക്കേണ്ടി വന്നു. കാരണം നോക്കാൻ ആളില്ല. കാരണം ദേവദാസി ആശുപത്രി നിൽക്കുമോ, പശുക്കളെ നോക്കുമോ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പ്രിയമുള്ളവർ പോയി. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഈ പരാജയമല്ല, അതുകൊണ്ടാണ് ഈ നഷ്ടം അവർക്ക് സംഭവിച്ചത്. ഏത് മനുഷ്യന് നല്ല നിലയിൽ സന്തോഷത്തോടു കൂടി പോകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അനിശ്ചിതാവസ്ഥയിലേക്ക് പോകാം. അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷെ ദൈവം അറിയാതെ ഒന്നുമില്ല കേട്ടോ. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. വലിയൊരു അനിശ്ചിതാവസ്ഥയിലേക്ക് പ്രിയമുള്ളവർ പോയി. ഇപ്പോൾ ആ നിലയിൽ നിൽക്കുക. ഞാൻ പറയട്ടെ, ഒരു ക്യാൻസർ രോഗമാണ്, ശ്വാസനാളത്തിന് ക്യാൻസർ രോഗമാണ്, അന്നനാളത്തിന്. അത് ആമാശയത്തിലേക്ക് വ്യാപിച്ചു. ആമാശയൊക്കെ എടുത്തു കളഞ്ഞ് വൻകുടൽ ഒരു ട്യൂബായിട്ട് വലിച്ചിട്ട് വയറ് കിഴിച്ച് വയറ് വഴി ഭക്ഷണം കൊടുക്കുന്നു, ട്യൂബ് ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഓപ്പറേഷൻ എത്ര മണിക്കൂറായിരുന്നു? പാസ്റ്ററിനോട് പറഞ്ഞായിരുന്നു. രാവിലെ 7 മണിക്ക് കയറ്റിയായിരുന്നു, വൈകുന്നേരത്തെ 7 മണിക്ക് ഇറക്കി. ഓക്കെ, 12 മണിക്കൂർ ഓപ്പറേഷനായിരുന്നു. 12 മണിക്കൂർ. ഇത്ര വലിയൊരു ഓപ്പറേഷനായിരുന്നു. ഏതാശുപത്രിയിലായിരുന്നു? RCC തന്നെ ആയിരുന്നു. തിരുവനന്തപുരം റീജിയൻ ക്യാൻസർ സെൻറ്റർ. ഓക്കെ, പ്രിയമുള്ളവരെ, സഹായിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മളല്ലാതെ മറ്റാരുമില്ല. കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ വലിയ വിഷമമായിരുന്നു എനിക്ക്. പക്ഷെ അവരെ വീഡിയോയിൽ കൊണ്ടുവരാനിട്ടാണ് കേട്ടോ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല അഭിമാനകരമായ ഒരു വീഡിയോ വെച്ചു. പക്ഷെ മുകളിലത്തെ നിലയിൽ പണി തീർന്നിട്ടില്ല. തറയൊക്കെ അങ്ങനെ കിടക്കുകയാണ്, പണികൾ തീരാൻ കിടക്കുക. പക്ഷെ പാസ്റ്റർക്ക് ഇങ്ങനെ പ്രയാസമില്ലായിരുന്നെങ്കിൽ അതിൻ്റെ പണിയും കഴിഞ്ഞാൽ. അപ്പോൾ തൊഴുത്തിൽ താമസിച്ചിരുന്ന കുഞ്ഞുങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു നല്ല വീട്ടിൽ താമസിക്കണമെന്ന്. അവർക്ക് വീട് ഒരു സ്വപ്നമായിരുന്നു. നമുക്കെല്ലാം വീട് അങ്ങനെ സ്വപ്നമാണല്ലോ. അങ്ങനെയാണ് ഇവർ നല്ലൊരു വീട്, നല്ല മനോഹരമായൊരു വലിയ വീട് വെച്ചത്. ഓക്കെ, എനിക്ക് അതിനകത്ത് സന്തോഷമുള്ളത് കടമില്ലാതെ ആ വീട് പണി മുകളത്തെ നില പൂർത്തീകരിച്ചില്ലെങ്കിലും താഴത്തെ നിലയൊക്കെ പൂർത്തീകരിപ്പാൻ കഴിഞ്ഞു. പണിക്കാശൊക്കെ പിടിച്ചു വെച്ച് വളരെ അധ്വാനിച്ചാണെങ്കിലും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയമുള്ളവരോടും അവരെ സഹായിക്കണമെന്നും ഞാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ദൈവം രണ്ടുപേരെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.